ഞങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകമായ മൃദു സമീപനം എടുത്തു എന്നുള്ളത് ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ കേവല ആരോപണം മാത്രമാണ്. അതിൽ അടിസ്ഥാനമുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അന്ധമായ വിധേയത്വമോ അന്ധമായ വെറുപ്പോ സൂക്ഷിക്കുന്നത് ക്രൈസ്തവ സഭയുടെ ഒരു കാലത്തെയും നിലപാടല്ല. ഈ കാലഘട്ടത്തിലും സഭയുടെ നിലപാട് വളരെ സുചിന്തിതവും വ്യക്തവുമായ നിലപാടാണ്. ഒരു കക്ഷിയോടും വിധേയത്വമോ അന്ധമായ എതിർപ്പോ സഭയ്ക്കില്ല. വസ്തുതാപരമായ കാര്യങ്ങളെ മനസ്സിലാക്കാനാണ് ഞങ്ങളെപ്പോഴും ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്രകാരമുള്ള ന്യൂനപക്ഷ പീഡനങ്ങൾ സംഭവിക്കുന്നതിനെ ന്യൂനപക്ഷ പീഡനങ്ങളാണത് എന്നും അത് രാജ്യത്തിൻ്റെ മതേതരത്വത്തിനും ഭരണഘടനയ്ക്കും വിരുദ്ധമാണ് എന്നും ഭരണം കൈയാളുന്നവർ ഭരണഘടന അനുസരിച്ച് ഭരിക്കണം എന്നും പറയാനുള്ള ആർജവത്വം സഭ എക്കാലവും കാണിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ സഭയും നിരന്തരം പ്രദർശിപ്പിച്ചിട്ടുള്ള ആർജവത്വം തന്നെയാണ്. അതിനെ കേവലം രാഷ്ട്രീയമായി മാത്രം വിലയിരുത്താൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ആരാ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, അതിലൊക്കെ തൃപ്തരാണോ? തീർച്ചയായും തൃപ്തരാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വളരെ ഉദാരതയോടെ ഈ വിഷയത്തിൽ ഇടപെടുകയും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവർക്ക് പ്രധാനമന്ത്രിക്ക്, ആഭ്യന്തരമന്ത്രിക്ക്, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് ഒക്കെ കത്തുകൾ എഴുതി അതിനെ ഞങ്ങൾ വളരെ ഭാവാത്മകമായ ഇടപെടലായി തന്നെ കരുതുന്നു. അത് തൃപ്തരാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഈ കേസിൽ നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നിരുപാധികം പുറത്തിറങ്ങുന്നത് വരെയും ഞങ്ങൾ സംതൃപ്തരല്ല. പിതാവി, കാസ പോലുള്ള സംഘടനകൾ ചെയ്യുന്ന ഈ BJPക്ക് അനുകൂലമായി എടുക്കുന്ന നിലപാട് വളരെ ശക്തമായ നിലപാടാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരമൊരു നിലപാടുകൾ സ്വാഭാവികമായും ഇത് ചില തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കുന്നുണ്ട്. അതായത് സഭയും BJPയും തമ്മിലുള്ള ഒരടുപ്പം എന്ന രീതിയിലുള്ള നിലപാട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ട്. എന്താണ് പ്രധാനം? അത്തരം സംഘടനകളുടെ നിലപാടുകളെ അവർ ഇത്തരം സംഭവങ്ങളുടെ വെളിച്ചത്തിൽ പുനഃപരിശോധന നടത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൽ കൂടുതൽ ആ വിഷയത്തിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേന്ദ്രം ഭരിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ചട്ടക്കൂടിലുള്ളവരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് സഭ തുറന്നു പറയാൻ തയ്യാറാവും? ആരാണ് ആക്രമിച്ചത് എന്നുള്ളത് അന്വേഷണം നടത്തി കണ്ടെത്തുന്നത് വരെയും ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇന്നയാളാണ് ആക്രമിച്ചത് എന്ന് മുൻകൂട്ടി പറയുന്നത് ശരിയല്ല. പക്ഷേ ഇപ്രകാരമുള്ള ന്യൂനപക്ഷ മതങ്ങളെയും ആ മതത്തിൻ്റെ വിശ്വാസികളെയും തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ചില സംഘടനകളും പ്രസ്ഥാനങ്ങളും ഉത്തരേന്ത്യയിൽ ശക്തി പ്രാപിക്കുന്നുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഒരിക്കൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി സംസാരിച്ചതുമാണ്. പക്ഷേ അവരെ നിലയ്ക്ക് നിർത്താൻ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ ഈ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഈ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങളല്ലേ ഈ ആക്രമണത്തിന് പിന്നിൽ? അത് തുറന്നു പറയാൻ എന്താണ് സഭയ്ക്ക് ഇപ്പോഴും ഒരു വിമിഷം? ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരാണോ ഇത് ചെയ്തത് അല്ലയോ എന്ന് അന്വേഷണം നടത്താതെ നമുക്ക് പറയത്തില്ല. പക്ഷേ ഇപ്രകാരം അന്വേഷണം നടത്തി ഈ പറഞ്ഞ ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് വന്നപ്പോഴൊക്കെയും അത് വ്യക്തമായി സഭ നിലപാടുകൾ എടുത്തിട്ടുമുണ്ട്. ആ കാര്യത്തിൽ സഭയ്ക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലതാനും. അതേസമയം ഇവിടെ നടന്ന ഈ അന്വേഷണത്തിൻ്റെ പിന്നിൽ ഭരണകൂടം ഈ സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് മാന്യമായോ നീതിപൂർവമായോ ഇടപെടുന്നില്ല എന്ന ആരോപണം ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുണ്ട്. സിസ്റ്റേഴ്സ് ധരിച്ചിരുന്ന അവരുടെ മതപരമായ കുരിശുമാല പോലും ഊരി മാറ്റാൻ അവരോട് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് തികച്ചും തെറ്റായ നിലപാടാണ്. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്തിട്ടില്ല. ഈ വീട്ടിൽ വന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാവരും ഈ കൂട്ടത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. ഈ സഹോദരങ്ങളോടൊക്കെയും ഞാൻ സംസാരിച്ചപ്പോൾ അതുപോലെ തന്നെ അവിടെ ജയിലിൽ പോയി കണ്ടത് ഈ സിസ്റ്ററിൻ്റെ ഒരു സഹോദരിയാണ്. അവരെല്ലാവരും വെളിപ്പെടുത്തിയത് മനുഷ്യത്വരഹിതമായ രീതിയിലാണ് ഈ സഹോദരിമാരെ ഈ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്ന്. അതുപോലെ തന്നെ ആ ജയിലിലുള്ള സൗകര്യങ്ങൾ, അതായത് ടോയ്ലറ്റിന് വാതിൽ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിലാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത്. അവരുടെ സാധാരണഗതിയിലുള്ള ജീവിതം പോലും ദുഷ്കരമാകുന്ന സാഹചര്യങ്ങളുണ്ട്.
ഇതൊക്കെയും തീർച്ചയായും ഭരണകൂടത്തിൻ്റെ ഭാഗത്തെ ഗുരുതരമായ വീഴ്ച തന്നെയാണ് എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമുക്കറിയാവുന്നതുപോലെ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഇംഗ്ലീഷ് പത്രങ്ങൾ നൽകുന്ന റിപ്പോർട്ട് പ്രകാരമാണ് എങ്കിൽ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരാണ് വാസ്തവത്തിൽ ഇതിന് വേണ്ട ഇവരെ എതിർക്കാൻ പോരുന്ന അണികളെ പെട്ടെന്ന് വിളിച്ചു കൂട്ടിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു സംഘാതമായ പ്രവർത്തനം ഇതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ എല്ലാവരെയും വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യ എന്ന ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന പൗരന്മാരാണ് ഇവിടുത്തെ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഹൈന്ദവരും. എല്ലാവർക്കും ഈ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യം അത് ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിൽ വീഴ്ച വരുത്തുന്നവർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരാണോ എന്ന് അവർ തന്നെയാണ് വിചിന്തനം നടത്തേണ്ടത്. ആദ്യം മതപരിവർത്തനം എന്നതായിരുന്നു, പിന്നീട് ഇവർ ക്രൈസ്തവരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് മനുഷ്യക്കടത്താക്കി മാറ്റി. ബജ്രംഗ് ദളാണ് പരാതിയുമായി മുന്നോട്ട് പോയത്. ശരിക്കും ബജ്രംഗ് ദൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിന് പിന്നിലെന്ന് സംശയമില്ലാതെ തന്നെ പറഞ്ഞൂടെ? കാരണം റെയിൽവേ ഉദ്യോഗസ്ഥരെ മാത്രം അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? റെയിൽവേ ഉദ്യോഗസ്ഥർ വിളിച്ചു കൂട്ടിയ ഒരു പറ്റം സാമൂഹ്യ ദ്രോഹികൾ അവർ ചെയ്തതാണ് ഈ പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് അന്വേഷണത്തിലൂടെ പറയത്തുള്ളൂ. എനിക്കിവിടെ ഇരുന്നുകൊണ്ട് ഇന്ന സംഘടനയാണ് അത് ചെയ്തത് എന്ന് പറയുന്നത് വസ്തുതാപരമായി അറിവില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞ സംഘടനകളാണ് അതിൻ്റെ പിന്നിൽ എങ്കിൽ തീർച്ചയായും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യുന്നെങ്കിൽ മാത്രമേ ഈ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർക്ക് അവിടെ ഇരിക്കാനുള്ള അർഹതയുള്ളൂ എന്നുള്ളതാണ് സത്യം. ഈ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ ഈ വിഷയം ഉണ്ടായപ്പോൾ സഭാ നേതൃത്വം ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരുന്നു? തീർച്ചയായും എല്ലാവരുമായിട്ടും സഭാ നേതൃത്വം ബന്ധം പുലർത്തിയിരുന്നു. അവരൊക്കെയും ഈ കാര്യത്തിൽ അനുഭാവപൂർവമായ ഇടപെടലിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്നാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അവർ പരിശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ഈ സിസ്റ്റേഴ്സ് പുറത്തിറങ്ങുന്നത് വരെയും നമുക്ക് ഈ കാര്യത്തിൽ മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ്. ഇതൊക്കെ ഇപ്പോൾ വി ശിവൻകുട്ടി പറഞ്ഞത് ദീപികയിൽ എഡിറ്റോറിൽ എഴുതി അരമനയിൽ ഒതുങ്ങിയിരുന്ന് പ്രാർത്ഥിച്ച ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുമെന്നാണ് വി ശിവൻകുട്ടി ചോദിച്ചത്. ദീപികയിൽ എഡിറ്റോറിയൽ എഴുതുന്നത് തെറ്റല്ലല്ലോ. അരമനയിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും തെറ്റായ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള മാനങ്ങൾ ഈ ഒരു വിഷയത്തിന് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ഇത്തരം വിഷയങ്ങളിൽ സഭയുടെ നിലപാട് ഒരു രാഷ്ട്രീയ കക്ഷിക്കും അന്ധമായ വിധേയത്വമോ അതുപോലെ അന്ധമായ എതിർപ്പോ പുലർത്തുന്ന സമീപനം ഞങ്ങൾ ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. അത് മന്ത്രിയുടെ പാർട്ടിയോടും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. മറിച്ച് ഞങ്ങളുടെ നിലപാടുകൾ എപ്പോഴും വസ്തുതാപരമായി കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഒരു സന്ദർഭം എനിക്ക് തോന്നുന്നു അരമനയിലെ പ്രാർത്ഥനയെയോ അല്ലെങ്കിൽ ദീപികയുടെ എഡിറ്റോറിയലിനെയോ വിമർശിക്കാനുള്ള സമയമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടുത്തെ എല്ലാ മതേതര വിശ്വാസികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരു മനസ്സോടെ നിന്നുകൊണ്ട് ഭാരതത്തിൻ്റെ മതേതരത്വത്തിനേറ്റ ഈ വലിയ കളങ്കത്തെ, ഈ മുറിവിനെ പരിഹരിക്കാൻ സംയുക്തമായ പരിശ്രമങ്ങൾ നടത്തേണ്ട സമയമാണിത്. അതുകൊണ്ട് വിഭാഗീയതയുടെ ചിന്തകൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പല വിഷയങ്ങളിലും സഭ നേരിട്ട്